ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ ഓണം എക്സാമിനേഷൻ കഴിഞ്ഞു. മക്കൾക്ക് എല്ലാവർക്കും സ്കൂളിൽ പേപ്പറൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഒരുപാട് പേർക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ടാവില്ല, പയ്യെ കിട്ടും. എത്രയും പെട്ടെന്ന് തന്നെ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിയമമൊക്കെ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ പാരൻസ് മീറ്റിംഗും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നടക്കുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം മക്കളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്ക് അവിടെ ആ കാര്യമല്ല സൂചിപ്പിക്കാനുള്ളത്. മക്കളെ, എക്സാം കഴിഞ്ഞല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്? എക്സാം ടഫ് ആയിരുന്നോ, ഈസി ആയിരുന്നോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതലുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയനാണ്. ആ ഒരു ഒപ്പീനിയൻ നമുക്ക് സൈഡിലേക്ക് വെക്കാം. എന്നിരുന്നാലും ഏറ്റവും കൂടുതലായിട്ട് മക്കളുടെ ഒരു കമൻറ്റ് വരുന്നൊരു കാര്യം എന്നുള്ളത്, ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു, ഭയങ്കര ടഫായിരുന്നു സാറേ, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം മക്കളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ ടഫാവാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണുകളിൽ വന്ന വലിയതായിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും? ഈ ഒരു പാറ്റേണിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് മക്കൾക്ക് ഒരുപാട് പേർക്ക് മാർക്കുകളൊക്കെ കുറഞ്ഞതുകൊണ്ട് ക്രിസ്മസ് എക്സാം ഈസി ആവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? വേണ്ടാട്ടോ. ക്രിസ്മസ് എക്സാമിനേഷനും ഇതേ പാറ്റേൺ തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് മോഡൽ എക്സാമിനേഷനും ഇതേ പാറ്റേൺ തന്നെയായിരിക്കും. ഈ വർഷം നിങ്ങൾ എഴുതാൻ പോകുന്ന SLC എക്സാമിനേഷനും ഇതേ പാറ്റേൺ തന്നെയായിരിക്കും. അതുകൊണ്ട് എക്സാമിനേഷൻ ഈസി ആവുക എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മക്കൾ ഇപ്പോഴേ ചിന്തിക്കുക തന്നെ വേണ്ട. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത്? നിങ്ങളുടെ ഓണം എക്സാമിനേഷൻ കഴിഞ്ഞല്ലോ, അവിടുന്ന് നമ്മൾ നല്ലൊരു പാഠം തന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ പാഠത്തെ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിനെയും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിലെ കോണ്ടന്റുകളും അതിലെ സബ്ജക്റ്റുകളും അതിലെ ടോപ്പിക്കുകളും മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഒരിക്കലും ബൈഹാർട്ട് ചെയ്താൽ മക്കൾക്ക് ഒരിക്കലും ഒരു സബ്ജക്റ്റിനും മാർക്ക് കിട്ടൂല. അത് നമ്മൾ എല്ലാ സബ്ജക്റ്റുകളിലും പഠിച്ചാൽ ഇപ്പം ഏറ്റവും അവസാനമായിട്ട് സോഷ്യലിൽ വരെ മക്കൾ നന്നായിട്ട് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് മക്കളെ, നന്നായിട്ട് ഇരുന്നിട്ട് വായിക്കേണ്ട സമയമാണ് ഇനിയുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് ഓണം എക്സാം കഴിഞ്ഞ് പേപ്പറുകളെല്ലാം കിട്ടുന്നതിൻ്റെ തൊട്ട് മുൻപ് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ, ഓണം എക്സാം കഴിഞ്ഞിട്ട് ക്രിസ്മസ് എക്സാം വരെയുള്ള നമ്മുടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്കൂൾ ലൈഫിനെ എൻജോയ് ചെയ്യുന്ന സമയമായിട്ടാണ് കാണാറുള്ളത്. സ്കൂളിൽ ആർട്സ് വരും, സ്പോർട്സ് വരും, പ്രോഗ്രാംസുകൾ വരും. ഇവയെല്ലാത്തിനും നമ്മുടെ ഏറ്റവും ഹൈസ്കൂളിലെ ഏറ്റവും ടോപ്പ് ബാച്ച് ആണല്ലോ, നമ്മുടെ സീനിയർ ബാച്ചുകളാണല്ലോ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വൈബ് അടിച്ചിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി നിൽക്കും. അതിനിടയിലായിരിക്കും ഡിസംബറായി ക്രിസ്മസ് എക്സാം ആവുന്നു എന്ന് പറയാം. സോ അതുകൊണ്ട് മക്കളെ മനസ്സിലാക്കിയിട്ട് വെച്ചോ, ആ ക്രിസ്മസ് എക്സാമിനേഷൻ നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസോട് കൂടെ നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുന്ന് കിട്ടുന്ന കോൺഫിഡൻസോട് കൂടെ SLC എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടെല്ലാം ഏറ്റവും നല്ലൊരു നിങ്ങൾക്കുള്ള വഴിയാണ് നമ്മുടെ അസ്ത്രയുടെ ബാച്ച് 3 എന്ന് പറയുന്നത്. അസ്ത്ര 3.0യുടെ ബാച്ച് ഇതാ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്ത മക്കളെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്തേക്കുക. ഏറ്റവും അവസാനത്തെ അവസരമാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് നാളെ നന്നാവാം, അടുത്ത പരീക്ഷയ്ക്ക് നന്നാവാം, അടുത്ത ദിവസം നന്നാവാന്നൊക്കെ. അതിലേക്ക് നിങ്ങൾ മാറ്റി വെച്ചോ. ഇനി നമ്മൾ നന്നാവുക എന്ന് പറയുന്ന കാര്യം, ഇനി നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെ വിചാരിച്ചിട്ട് ചെയ്യേണ്ടതാണ്, കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. സോ അസ്ത്രയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കളെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്തോ. അവിടെ നമുക്ക് ഒരുമിച്ച് സെറ്റാക്കി അടിപൊളിയായിട്ട് പഠിക്കാം. അസ്ത്ര 1.0യിലെയും 2.0യിലെയും മക്കൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, സാറേ പ്രതീക്ഷ അത്ര ടഫല്ലായിരുന്നു പരീക്ഷ എന്നുള്ളതാണ്. കാരണം അവരവിടെ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെ നിങ്ങളും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുക എന്ന് മാത്രം പറയുന്നു. സോ അസ്ത്ര ബാച്ചിൽ കാണാടാ.